എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമർശരൂപിണി വിദ്യ വേദാദി ജഗത്പ്രസുഹു സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. വിമർശരൂപിണി, വിമർശ രൂപത്തിലുള്ളവൾ, അതെന്ന് വിമർശനമായിട്ട് ഇരിക്കുന്നവൾ, വിമർശ രൂപത്തിലുള്ളവൾ. വിദ്യ എന്ന് പറയുമ്പോൾ പരമവും മോക്ഷപ്രദവുമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ രൂപത്തിലുള്ളവൾ. അപ്പോൾ ദേവി സർവ അറിവുകളും ദേവിയിലാണ് ഇരിക്കുന്നത്. ദേവി എന്നിൻ്റെ സ്വരൂപമാണ്, അറിവിൻ്റെ രൂപമാണ്, വിദ്യയുടെ രൂപത്തിൽ ഇരിക്കുന്നവളാണ്. വിയധാതി ജഗൽപ്രസുഹു എന്താണ്? ആകാശം ആദിയായ സർവപ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായിരിക്കുന്നവൾ. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്ഭവം എവിടെ നിന്നാണ്? ദേവിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. സർവവ്യാധി പ്രശമനി എന്താണ്? ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ വ്യാധികളെയും ശമിപ്പിക്കുന്നവൾ. അത് നമ്മൾ വ്യാധി എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ വ്യാധി മാത്രമല്ല കണക്കാക്കുന്നത്, എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള വ്യാധി കൂടി കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ വ്യാധികളും, ഈ സംസാരത്തിൻ്റെയും എല്ലാ വ്യാധികളെയും ശമിപ്പിക്കുന്നവൾ. ആ വ്യാധികളെല്ലാം ശമിപ്പിക്കാനുള്ള ഔഷധം ആരുടെ കയ്യിലുണ്ട്? ദേവിയുടെ കയ്യിലുണ്ട്. എന്താണ് ആ ഔഷധം? ദേവി ഉപാസന തന്നെയാണ്. സർവ മൃത്യു നിവാരിണി, എല്ലാ വിധത്തിലുള്ള മൃത്യുവിനെയും, ഇവിടെ മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അപകടങ്ങളെയും അല്ലെങ്കിൽ മൃത്യുവിനെയും നിവാരിണി, നിവാരണം ചെയ്യുന്നവൾ, ഇല്ലാതെയാക്കുന്നവൾ. അഗ്രഗണ്യ ചിന്ത്യരൂപ കലി കൽമഷനാശിനി കാത്യായിനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത. അഗ്രഗണ്യ, എല്ലാത്തിൻ്റെയും പ്രഥമ ഗണനീയ ആയിട്ടുള്ളവൾ, പ്രഥമ ആയിട്ട് ഉള്ളവൾ. അചിന്ത്യരൂപ, ചിന്താമണ്ഡലത്തിൽ അതീതമായ രൂപത്തോട് കൂടിയിരിക്കുന്നവൾ. കലി കൽമഷനാശിനി, കലിയുഗത്തിലുള്ള എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവൾ. കാത്യായിനി, കാത്യായിനി എന്ന നാമത്തോട്, ശ്രീപാർവതി എന്ന നാമത്തോട് കൂടിയിരിക്കുന്നവൾ. കാർത്യായിനി എന്നും ദേവിയെ നമ്മൾ പറയാറുണ്ട്. സർവദേവന്മാരുടെയും തേജ സമൂഹത്തിൻ്റെ രൂപമായിട്ടിരിക്കുന്നവൾ എന്നും കാത്യായന മഹർഷിയുടെ വംശത്തിൽ ജനിച്ചവൾ എന്നും അർത്ഥമുണ്ട്. കാലഹന്ത്രി, കാലഹന്താവായ ശിവൻ്റെ പത്നിയായിരിക്കുന്നവൾ, കാലത്തിനെ അതിക്രമിച്ചിരിക്കുന്നവൾ എന്നും അവിടെ പ്രതിപാദിക്കാം. കമലാക്ഷ നിഷേവിത, മഹാവിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ. താംബൂലപൂരിതമുഖി ധാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി. താംബൂലപൂരിതമുഖി, വെറ്റില ചുരുൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വായയോട് കൂടിയവൾ. അതായത് ദേവി എന്താണ്? താംബൂലം ചവച്ചിരിക്കുന്നവൾ, അല്ലേ? ദേവി എന്താണ്? താംബൂലം ചവച്ചിരിക്കുന്ന രൂപത്തോട് കൂടിയവൾ. അതായത് വെറ്റില ചുരുൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വായിൽ, ദേവിയുടെ വായിൽ താംബൂലമുണ്ട്. അപ്പോൾ ആ താംബൂലം ചവച്ചിരിക്കുന്ന രൂപത്തിലിരിക്കുന്നവൾ. ധാഡമീ കുസുമപ്രഭ, മാതളം പൂവിൻ്റെ പ്രഭയോട് കൂടിയവൾ. അതായത് കടുത്ത അരുണവർണ്ണമാണ് മാതളപ്പൂവിന്, ആ പ്രഭയോട് കൂടിയിരിക്കുന്നവൾ. മൃഗാക്ഷി, മാൻപേടയുടെ കണ്ണുപോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ. മോഹിനി, സൗന്ദര്യത്താലെ ആരെയും മോഹിപ്പിക്കുന്നവൾ. മുഖ്യ, എല്ലാവരിലും വെച്ച് ഏറ്റവും മുഖ്യയായിരിക്കുന്നവൾ, പ്രാധാന്യം ഉള്ളവൾ. പിന്നെ എല്ലാതിൻ്റെയും ആദിയിൽ ഉത്ഭവിച്ചവൾ എന്നും ഒരർത്ഥമുണ്ട്. മൃഡാനി, മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവൻ്റെ പത്നിയായവൾ. മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവൻ്റെ ഭാര്യയായവൾ, ശിവൻ്റെ പത്നിയായവൾ.
മിത്രരൂപിണി എല്ലാവരുടെയും ബന്ധുവിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നവൾ. എല്ലാവർക്കും മിത്രമായ സൂര്യൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നവൾ. എല്ലാവർക്കും മിത്രമായിട്ട് ഇരിക്കുന്നവൾ.